ഇന്ന് ടോർട്ടില്ല റാപ്പ് റെഡിയാക്കിയെടുക്കാം. ഇതിൻ്റെ ഷീറ്റ് മോള് UK നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഓളോട് എന്താണ് ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ ഓൾ എപ്പോഴും പറയും ഇന്ന് ടോർട്ടില്ലയാണ് എന്ന്. അപ്പോൾ ഈ വരുമ്പോൾ കൊണ്ടുവരേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഓൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞാനിതിലേക്ക് ചെറുനാരങ്ങാനീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അതും കട്ടത്തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ചീസും ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കണം. എന്നിട്ട് 2 വശം ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചീസും ബട്ടറും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ടോർട്ടിലെടുത്ത് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് മയോണൈസും കൂടെ വേണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കെച്ചപ്പും ഒറിഗാനോ അതേപോലെ തന്നെ തൈമ് കയ്യിലുണ്ടെങ്കിൽ അതും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ചെറിയ മോൾക്കാണെങ്കിൽ പച്ചക്കറികളൊന്നും ആഡ് ചെയ്യണത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഓൾക്ക് ചിക്കനും ചീസും മാത്രം ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കിയെടുക്കുന്നത്. ടോട്ടിൽ ഇങ്ങനെ നടുങ്ങനെ മടക്കിയിട്ടാണ് ഉണ്ടാവാറ്. ഇനി നിങ്ങൾക്ക് റോൾ ചെയ്തിട്ടുവാണെങ്കിൽ അങ്ങനെയാണെങ്കിലും റെഡിയാക്കിയെടുക്കാം. ഈ ടോർട്ടില്ല നമ്മളുടെ ഇവിടെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മളുടെ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളുടെ ഇവിടെ റുമാലി റൊട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ വേറെ ഒരു വേർഷനാണിത്. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഇത് ചപ്പാത്തിയിലും പൊറോട്ടയിലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്കുള്ള ചിക്കൻ്റെ മസാലയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ബട്ടറും ചീസും ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ടോർട്ടില്ല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കി കേട്ടോ, നല്ല ടേസ്റ്റാണ്.